8:45. ഗസ് ഇതാണ് തൊട്ടിൽപ്പാലം പുഴ. അപ്പോൾ ഞാൻ മീൻ വാങ്ങാൻ പോകുന്നതാണ്. നമുക്ക് ചാപ്പയിൽ പോയിട്ട് മീൻ വാങ്ങിയിട്ട് തരാം. ഇതാണ് ഇവിടുത്തെ അമ്പലം. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇതെണ്ണം കൂടി മീൻ വാങ്ങാൻ പോകുന്നതാണ്. നമുക്ക് മീൻ വാങ്ങുന്നത് തൊട്ടിൽപ്പാലം അങ്ങാടിയിട്ട് ചാപ്പയിൽ പോയിട്ട് മീൻ വാങ്ങിയിട്ട് തരാം. ഞാൻ വാങ്ങും. ഇവിടുത്തെ മീൻ ചാപ്പയിൽ പോയാൽ എല്ലാവരും കലപ്പില വിളിച്ചുകൊണ്ടിരിക്കും. നമുക്ക് കാണാതെ അത് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. വിളിക്കണേ ഇങ്ങോട്ട് അറിയാം. അപ്പം ആരും ഒന്നും അനങ്ങില്ല, വീഡിയോ എടുക്കുന്നുണ്ട്. ആ ഒലിക്ക് എത്ര ഇതായിക്കില്ല അല്ലേ. ഉണ്ടാവില്ല. എത്തിരി അതിലേക്ക് എത്തിരിയാ? ഇവിടുത്തെ മീൻ ചാപ്പ പോയതിൻ്റെ അടുത്ത് തന്നെയാണ്. തൊട്ടിൽപ്പാലം പോയ സൈഡിൽ തന്നെ ഞങ്ങളെ മീൻ ചാപ്പ. ഇവിടെ രാവിലെ തന്നെ ഡോലിക്ക് ഇത്ര എനർജി വന്നിക്കില്ലെന്ന് തോന്നുന്നു. ആരും വിളിക്കുന്നില്ല. അല്ല ഇവിടെ വിളിയായിരിക്കും. ഞാൻ തക്കാളി പച്ചമുളകെല്ലാം വാങ്ങാൻ വന്നാണ്. സാധനമെല്ലാം വാങ്ങി ഞാളിനി പെറുക്ക് വന്നാണ്. മീൻ ചാപ്പയിൽ പോയി മീൻ വാങ്ങി, പച്ചക്കറി വാങ്ങി, എല്ലാം വാങ്ങി. ഇവിടുത്തെ പുഴ കാണാം. ഇതാണ് തൊട്ടിൽപ്പാലം പുഴ. അതാണ് അമ്പലം. അമ്പലത്തിൻ്റെ അടുക്കുള്ള പുഴയായത്. ആരോ കൈ കൊണ്ടാണിക്കുന്നുണ്ടോ? നീ ജിതിയേട്ടൻ വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട്. നമുക്ക് വണ്ടി എടുത്തിട്ട് വരാം. ഇതാണ് തൊട്ടിൽപ്പാലം പാലം. ഇമ്മ കൂടി ഇയാൾ പോകുന്നതാണ്. ഇനി ഇയാൾ പുരക്ക് പോകുന്ന. ഓളിനകത്ത് പെട്ടുപോയില്ലേ? ഞാൻ കണ്ടിരിക്കില്ല എനിക്ക്. പക്ഷെ ഓളിനകത്ത് അല്ല, സ്കൂട്ടി വരെ അമ്മ ലാഭം. ഇന്നലെ കട്ട വെക്കാനായിട്ട് അമ്മ ഒരു പേടിയില്ല അല്ലെ, മാറി തരുന്നേ ഇല്ല. അപ്പോൾ പീടിയെല്ലാം പോയി സാധനമെല്ലാം വാങ്ങി പെറുക്കെത്തി. ഇനി എല്ലാം ഉണ്ടാക്കണം. ആദ്യം ചായ കുടിക്കട്ടെ. ചായ കുടിക്കാണെന്ന് പീടിയിൽ പോയി. അപ്പോൾ ഞങ്ങൾ പെറുക്കെത്തി വെക്കുമ്പം പോക്കിരി വൻ കച്ചില്ല. അപ്പോൾ പോക്കിരി ഇതാ പോക്കിരി ഇതാ പോക്കിരിയാ. ഇനി നമുക്ക് വാങ്ങിയ സാധനമെല്ലാം ഉണ്ടാക്കണം. കപ്പ ഉണ്ടാക്കണം, മീൻ ഉണ്ടാക്കണം. അമ്മ ഉണ്ടാക്കുന്നുണ്ട് കപ്പ. ഇനി ഇറച്ചി വാങ്ങിക്കുന്നുണ്ട്, അതെല്ലാം ഉണ്ടാക്കണം. അപ്പോൾ ചായ കുടിക്കുക ഫസ്റ്റ്. അപ്പോൾ ദോശയും ചായയും കുടിക്കുന്നതാണ്. ഭയങ്കര തിരക്ക്, പെരളിപ്പാട്. ഞങ്ങൾക്കൊന്നും വീഡിയോ എടുക്കാനാവുന്നില്ല. ഇപ്പോൾ ഉണ്ടാക്കിയ സാധനം എല്ലാം പണിക്കാർക്ക് കൊണ്ടെടുക്കാൻ പോകുന്നതാണ്. കപ്പയും മീനും
എല്ലാം ആക്കിയിട്ടുണ്ട്. അത് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിക്കില്ല. പെരളിയും കളിച്ചിട്ട് 10 മണി മഴ കൊണ്ട് കൊടുക്കണം അച്ഛൻ്റെ അടുത്ത്. അപ്പോൾ കണ്ടത്ത് പോയി. അപ്പോൾ നമ്മൾ കണ്ടത്തിലേക്ക് പോവുകയാണ്. ഗേയ്സ് കണ്ടം എടുത്തു. ചായ എടുത്തു. ചായ ബേക്കാളേട്ടാ. ശരി പെയ്യാണ്ട് പോണ എന്നാ ഇവിടെ വെച്ചിട്ട് പോയി നിങ്ങൾ ഇവിടെ വണ്ടി എടുക്കണോ? പാലം എടിയനോ? പാലം എടിയാ? പാലോ പാലോ ആട്ട് പാലം എടിയാടോ? നിങ്ങളെന്താ പറയുന്നേ? ആട്ടാട്ടൊന്നും ഇല്ല. ആട്ടാട്ടെല്ലാം നോക്കി. ഓ നോ, വണ്ടി ഇവിടെ വെക്കണം. വണ്ടി അങ്ങ് പോകുന്നില്ല. എന്റെടാ അടി തട്ടുവാ. ഇതിലൂടെ വണ്ടി പോകുന്നുണ്ടല്ല. ഇതാണ് പാലം. ഇതാണ് പാലം. ഇവിടെ തൂക്കാലുള്ള ഞാൻ പറഞ്ഞിക്കൊന്നില്ലേ തൂക്കാലത്ത് കൂടിയൊന്നോടാ. ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലിറ്റാത്ത പുഴയാളോ. നിമ്മക്ക് ഇവിടെ നിർത്തിയിട്ടിട്ട് ഇവിടെ നിർത്തിട്ടാ നമുക്ക് തിരിച്ചപ്പുറത്തോട്ട് പോട്ടാ. എന്റെ അമ്മേ, നിങ്ങളടുത്തേക്ക് പോന്നെ പൂച്ചാതെ പരക്കമായി. എടാ ഓടിക്കണ. ഇപ്പത്തൂടി ഇറങ്ങി. ഇപ്പത്തൂടി കാലിനെന്തോ പറ്റി. ഇതിയുടെ പറക്കുന്ന 10 മണിക്ക് വരുന്നതല്ലെന്ന് അമ്മ. അരമണിക്കൂർ ലേറ്റായി. മൈ ഗോഡ്, കുറേ കാര്യം ഉണ്ട്. ഒരാവേശത്തിന് ഇറങ്ങി തൊള്ളി പോന്നിട്ട് അങ്ങ് മേലെങ്ങാനെത്താം. നാളെ കണ്ടത്ത് പോകുന്നതാണ്. കണ്ടത്തില്ലേ എന്തിനാണെന്നറിയോ? ഇവിടെ വായ വെക്കുന്നുണ്ട് അച്ഛനെല്ലാം. നേരം എൻ്റെ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ വേണ്ടി പോകുന്നതാണേ. അല്ല കാണാനല്ല, അവൾക്ക് ചായ കൊണ്ട് കൊടുക്കാൻ പോകുന്ന. എന്നിട്ട് ഞാൻ വിചാരിച്ച് നമുക്ക് എല്ലാവർക്കും കൂടി പോകാൻ. അച്ഛൻ പോകുന്ന പെരിയ നോക്കിയില്ലെങ്കിൽ പിന്നെ നമുക്ക് പോകാനാവില്ല. രണ്ടാമത്തെ കണ്ടത്തിൻ്റെ അതിലൂടെ കാര്യപ്പോയെ. അയ്യോ ഓല് പാഞ്ഞു പോന്ന. ഞങ്ങൾക്കാണെങ്കിൽ അത്തിരി വേഗത്തിൽ പോകാനാന്നില്ല. നമുക്ക് പോവാല. അമ്മേ ഇത്തിരിയും കാറ്റും കാര്യം തന്നില്ലല്ലോ. ഇവിടെ ലൈറ്റാ വലിയ കാടൊന്നുമില്ല. ഇതെല്ലാം നല്ല നല്ല കണ്ടം തന്നെയാണ്. പക്ഷേ ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര കാട് പോലെ തോന്നും. കാടല്ല, ആൾത്താമസമുള്ള ഏരിയ വേണ്ട. ഇവിടെ എല്ലാം വീടുണ്ട്. ഇതൊക്കെയാരോ സൂര്യനെ പുഴുവാ. സൂര്യനെ പുഴുവോന്ന് പറ. സൂര്യനാ പറ. സൂര്യനെ പുഴുവാ. സൂര്യ അയ്യാ പുഴുവാ. ഒന്നുകൂടി നോക്കാം. ഓക്കെ. സൂര്യനെ പുഴുവാ. പുഴു പുഴു പുഴു. ഇതും പുഴു. സൂര്യൻ 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 സൂര്യ പുഴു എല്ലാം. സൂര്യനുണ്ട് പുഴുണ്ട് അല്ലേ? ജാങ്കോ ഞാൻ പെട്ടരാന്ന് പറയേണ്ട അവസ്ഥയായി. ഇതിടം പോയ സ്ഥലം കാണുന്നില്ല. എൻ്റെ ഏകദേശം ഒരു ഊഹം വെച്ചിട്ട് ഇവിടെ ഉണ്ടാവണം. തങ്കപ്പാ തങ്കപ്പാ ശരിക്കും തങ്കപ്പനുണ്ടല്ലാ? അതിനെന്താ നിങ്ങളെ? അയ്യോ എനിക്കാവൂല. ഈ തങ്കപ്പനല്ലടാ പൊന്നപ്പനാടാ പൊന്നപ്പൻ. അയ്യോ എടുത്തോ. ഉറക്കിയാ വിളിച്ച് കേട്ടിട്ടുണ്ടാവും.
ഇതെന്തിനാ ഇതിന് പറയാ? നെടുമ്പോരല്ല, ഞാൻ ചാടിക്കടന്നു. ഇതും ഇതിലപ്പുറവും ചാടി. വെള്ളം 5 സ്റ്റാർ ഹോട്ടൽ അറിയാവാ? വെള്ളം അതാ ഈ കുപ്പിയൊക്കെ തന്നിക്കണ്ടേ. മലമേലെ എനിക്ക് ഓലെല്ലാം എന്തെന്നറിയാം. അപ്പൊ പറമ്പത്ത് പണിയെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു നെടുമ്പുരണ്ട് ഇവിടെ. ഒരു കട്ടയെല്ലാം കൊണ്ട് ചെറിയൊരു പുര ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണമെല്ലാം കഴിക്കാൻ വേണ്ടി അവിടെ വന്ന് ഒത്തിരിക്കുക. അതിന് പിന്നെ സാധനമെല്ലാം ഇവിടെ വെക്കുക. അതിനെല്ലാം ഉള്ളതാണ്. ഇവിടെ എന്ന് വെച്ചാൽ ഫുൾ അങ്ങനെ ഇതിപ്പോൾ ഒരു മലങ്കാടാണ്. ഇവിടെ എല്ലാം കൊണ്ടുപോയി വെച്ചണ്ട, എല്ലാം വായ വെക്കാൻ വേണ്ടി സെറ്റാക്കി വെച്ചതാണ്. JCB വന്നിട്ട് കുഴിച്ചതാണ് കുറേ എന്നെല്ലാം പറഞ്ഞു. എനിക്കൊന്ന് ഇവിടെയാണോ മേലോട്ടാണോ എന്ന് അറിയില്ല, ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു. എന്തായാലും ഇതാണ് ഞങ്ങളുടെ സ്ഥലം. ഭയങ്കര വെയിലാണ്, ഭയങ്കര വെയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിൽ. ഞാനാണെങ്കിൽ ഫ്ലാസ്കും വെള്ളം എടുത്തിട്ട് വണ്ടിയിൽ തന്നെ വെച്ച് ഇതായിട്ടുണ്ട് എടുക്കാൻ പോയി. താഴെ കിഞ്ഞോണി, ഇനിയിപ്പോൾ താഴെന്ന് ഇവിടെ കാര്യം പറഞ്ഞു. ഞാൻ പോയില്ല, എനിക്ക് മടിക്കാർ. ചാരി വേണ്ട നെടുമ്പോലെ നിൽക്കുന്ന പോലെ ഡ്രസ്സെല്ലാം ഇവിടെ വെച്ചേക്കും. പിന്നെ വന്നിട്ട് ഭക്ഷണം കഴിക്കാനും അങ്ങനെയായിട്ടൊരു കുഞ്ഞിപ്പോര ഷീറ്റിലിട്ട് ഇങ്ങനെ സെറ്റാക്കിന്. പിന്നെ ഒരു അപ്പം ഞാൻ നെടുമ്പരെ കുത്തിന്നിട്ട് കപ്പയും ചായം കുടിക്കുന്നതാണ് ഗൈസ്. നിങ്ങൾക്ക് വേണം? കണവൻ 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 കണവനല്ലേ കണവന. യൂസ് ഇറ്റ് മാൻ. പൊളി പൊളി പൊളി. എൻ്റെ കൈമേലാക്കണ്ടാലോ. $1500 ഉയർന്നങ്ങൾ അച്ഛൻ പറയാനൊന്നുമില്ല. ഇനിയെല്ലാം ഇത്ര പിന്നെ കറി ടേസ്റ്റ് ആയില്ല. തിരക്ക് വിളിച്ചിട്ടാക്കിയോണ്ടാ. അമ്മയെല്ലാം ചൂരക്കറി തലേസം വെച്ച് പിറ്റേസം എടുക്കണം. അന്നേരം മീൻ ഇതെല്ലാം പിടിക്കും. ഇത് മാപ്പിള തന്നെ ഉണ്ടാകുന്നുണ്ട്. ഓ നമ്മൾ ആടിയല്ല, അന്നേരം ആപ്പൻ്റെ അടിപിടിയല്ല. നമ്മള് പണ്ട് പുല്ല് പറിക്കാൻ വന്നിട്ടില്ലേ, കർമ്മില്ലേ മേലെ വന്ന് ആപ്പൻ്റെ ഒരേ ഇതിനോ പുല്ല് പറിക്കുക. നമ്മൾ ഇങ്ങി വന്നിട്ട് ഇവിടെ ഒരു കിരടാത്തില്ല, എന്തോ ഉണ്ടല്ലോ, എന്തോ ഒരു സാധനം ഇല്ല ഇവിടെ ഇവിടെ ഉണ്ട്. ഇവരും കൂടെ പുല്ല് പറിക്കാൻ വന്നേ ചേച്ചി. ഇവിടെ റേഞ്ച് ഉണ്ടാവില്ല. ലേശം കപ്പം തരുവാ ഒറ്റപ്പാട്ടിൽ ഒക്കും കൊടുക്കും. ആ കറിയാക്കണ്ടേ. ഇതിൽ ഇന്ന് എരിവ് കുറവുണ്ട് മുളക് പൊടിക്ക്. ഇത് അച്ഛൻ മുളക് എന്നിട്ട് അച്ഛൻ മുളക് നിന്നിട്ട് ഇതിൻ്റെ അകത്തുള്ള അല്ലാണ്ട് ഇങ്ങനെ എരിവൊന്നുമില്ല. ആന്നാ കപ്പയും ചായയും കുടിച്ചിട്ട് പുകഞ്ഞു കേട്ടാകെ. ഇനി നമുക്ക് കണ്ടത്തിൽ കുയ്യണ്ണാൻ പോവാം ഗൈസ്. എന്താണെന്ന് വെച്ചാൽ
ഇതാ വായൻ്റെ വിത്തും വെച്ചിട്ട് കുറേ കുണ്ടുണ്ട്. അല്ല എത്ര കുണ്ടുണ്ട് തോട്ടലിന് എണ്ണാനൊരു വലിയ പണി കൊടുത്തിട്ടുണ്ടാച്ചേ. ഇതാ കുഞ്ഞാടിൻ്റെ അകത്ത് ദിലീപ് അല്ല മറ്റേ ബിജു മരം കൂച്ചേൻ്റെ തൊട്ടാകുണ്ടാ നോക്കിക്കോളേ ആരും ഏതെങ്കിലും കൂട്ടിൽ പോവാളോ. ഇതാ എങ്ങോട്ടും കാല് വെച്ചൂടാ, ഏടെ വെച്ചാലും കൂണ്ടിൻ്റെ അകത്ത് പോവും. ഇതൊക്കെ എല്ലാം ചെയ്തെന്താ ഇങ്ങനെയാ? ഏടെ ഇങ്ങ് കാല് വെച്ചാൽ അന്നേരം കൊണ്ടിൽ പോവും. ഇത്തിരി അടുപ്പിച്ച കുഴിക്കുക. മുള്ളു 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 ഇതൊന്ന് ചവിട്ടിയാണ്. അയ്യോ ജേ അത് ചവിട്ട്. എൻ്റെ മക്കളെ എൻ്റെ പേന്റ് പോയി. ഇതിലൂടെ ആയിരിക്കും ഇപ്പുറത്തൂടിയാ പെരിയ കണ്ണ്. അച്ഛൻ എന്തോ കഥ എണ്ണം മറന്നു ആൾക്കാരോട് എണ്ണം വന്നിക്ക്. നാളെ കണ്ടത്തിലേക്ക് മുകളിലേക്ക് കയറട്ടെ. നിറ്റി കുണ്ട് തീർത്തു എണ്ണട്ടെ. എൻ്റെ അമ്മ ഇതെത്ര കുണ്ട്. സ്റ്റിക്കർ എടുത്താൽ മതിയോ? നോയിക്കോളെ ആരോ ഏതെങ്കിലും കൂട്ടിലോട്ട് പൂപ്പം പണി. ആ കൊള്ളുമ്പോ കൂടിക്കാരിക്കോ. അച്ഛൻ കൈ പിടിക്കൂ. നേരെ കൊണ്ടില്ലേ കയ്യിലെന്നെ. അമ്മേ ഇതെന്താ? ഇതൊക്കെ എൻ്റെ കാല് മുറിഞ്ഞിട്ടാ. ആ മുള്ളുകൊണ്ട് പുകയുന്നുണ്ട്. എൻ്റെ അമ്മേ. വാവ് 1 2 3 4 5 6 7 ഒരു കണ്ടത്തിന് 20 എണ്ണ ഉണ്ടാ. ഒരു കണ്ടത്തിൽ ഇപ്പോൾ ഒരു 10 കോഴി 15 കോഴിയുണ്ട്. ഒരു കണ്ടത്തിലാ ഉദ്ദേശിച്ച. ഒരു കണ്ടത്തിൽ 100 പോടോ. അതാടെ വെച്ചേക്ക് നിങ്ങളെ, അതാടെ വെച്ചേക്ക്. എന്നെ കൊണ്ട് എണ്ണിക്കുള്ള ഐഡിയ അല്ലേ. ഓ 100 ഉണ്ടാവില്ല. അല്ലാണ്ട് എങ്ങനെ 1500 ആവുക? ചില്ലറ പണിയും നല്ലത് ഗൈസ്. നമ്മൾ ഇപ്പോൾ ഈ കണ്ടത്തിൻ്റെ അവസ്ഥ ഇതാണ്. ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ നാട്ടിൽ വരുമ്പോഴത്തേക്ക് ഈ കണ്ടത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് കാണാം. ഫുള്ള് വായെല്ലാം പൊടിച്ച് വലുതായിട്ട് സെറ്റായിട്ടുണ്ടാവും. കണ്ടാ വായ വെക്കാൻ വേണ്ടി ഫുള്ള് വേറൊരാളെ പറമ്പ് മറ്റേ എന്തെന്നാ പറയുക പാട്ടത്തിനെടുക്കുക എന്തോ സംഭവം. എന്നിട്ട് വായ വെക്കുക. എന്നിട്ട് കൃഷി വായ കൃഷി. ഈ പാറമല്ലോടെ കുത്തിനാരുവാ എവിടെയും പോകണ്ട. അങ്ങൊന്നും കാരണം അച്ഛ കൊണ്ടത് തൊണ്ണി ഇങ്ങോട്ടാക്കി. ഇനി ഇവിടെ കായ് കുത്തിനോ. കണ്ടത്തിൻ്റെ എല്ലാം ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. കണ്ട ഫുള്ള് കൊണ്ടുപോയി ചേച്ചിക്കാം. ഇനി നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് ഇവിടെ ഫുള്ളും വാഴയാവും. ഇപ്പോൾ നീണ്ടത്തിൽ എൻ്റെടാ പിന്നെ മുള്ളു പിടിച്ച്. ഓഹ് എൻ്റെ അമ്മ. ഇത് എന്നാ സംഭവം എന്ന് വെച്ചാൽ വേറൊരാൾ പറമ്പ് നമ്മൾ പാട്ടത്തിനെടുക്കുമ്പോൾ എടുത്തിട്ട് ഫുള്ള് വാഴ വെക്കും. എന്നിട്ട് വാഴ കൃഷി ചെയ്യും. അതാണ് ഇവിടുത്തെ പരിപാടി. ഒരു മലങ്കാട് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത പ്രാവശ്യം ഇതേ സ്ഥലത്ത് നമുക്ക് വന്നിട്ട് വീഡിയോ എടുക്കാം ഗൈസ്. ഇപ്പോൾ ഈ പറമ്പിൻ്റെ അവസ്ഥ ഇതാണ്. ബിഫോർ ആഫ്റ്റർ എടുക്കാം. എന്തായാലും നമ്മൾ അടുത്ത പ്രാവശ്യം നാട്ടിൽ വരുമ്പോഴത്തേക്ക് എന്ന് വെച്ചാൽ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഇവിടെ ഫുള്ള് വാഴ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ കാണാം. ഓ ഇവിടെയാണെങ്കിൽ മറ്റേ മുള്ളെൻ്റെ കാല് ഫുള്ള് കുത്തി പണ്ടാരടങ്ങി. ഇതുണ്ടാ നമ്മളെ ഈ മുള്ളാണ് കാല് കുപ്പായത്തുമ്പോൾ തടഞ്ഞിട്ട് കാല് ഫുള്ള് മുറിഞ്ഞ്. നോക്കിക്കോ അത് ഭയങ്കര വേദനയാവും. അയ്യോ കുയ്യണ്ട മനസ്സിൽ അങ്ങോട്ട് വേർത്ത് കൊണ്ടാ കൊണ്ടില്ല. ആ മുള്ള് തീർത്തു ഇതാളു. ഇത് തിന്നിക്ക് ഈ പാൻറ് ഇടൂലേനു. എൻ്റെ പാൻറ് പോയി.
എനിക്ക് എത്ര കിട്ടി? ഇവിടം വരെ 70, 71, 75, 86, 87, 88, 90, 91. അതിൻ്റെ ആടെ ഒരു മീൻകുളം ഉണ്ട്, അത് കാണുകയാണ് നമ്മൾ പോകുന്നത്. ഗസ് ഇവിടെ ഒരു കങ്ങ് വീണണ്ട. ഇതിൻ്റെ തെറ്റെടുത്തോന്ന് എന്നും ഉണ്ടാവുന്ന മുറിഞ്ഞതാ. ചാടടാ, ഞാൻ പിടിക്കൂ. ചാട് ചാട് ചാട്, ഞാൻ പിടിക്കൂ. ഓക്കേ ഓക്കേ. ഓ തീർത്ത് പായൽ. ഇന്നത്തൊന്നും ഉണ്ടാ മീനുണ്ടെന്ന് എനിക്കല്ലോ. മാള മാള ഊരി കുത്തി അങ്ങ് പോവും. എടുത്തു എടുത്തു മീന്. ചോറിന്റെ കാണാൻ വലിയ ഉണ്ടാവും, അതിന്റെ വലുതും ഉണ്ടാവും എന്തായാലും. ആടോ ഇവിടെ നിറച്ചുണ്ട് കേട്ടാ. എന്റെ അമ്മേ വീന്നാണ് ഇങ്ങോട്ടാ ആവുന്ന. അത് വർത്താനാ ഉയ്യേ, ഞാൻ ഇല്ലേ അങ്ങോട്ടൊന്നും പോയില്ല. അതിന്റെ തൂരി പോയിക്കണെങ്കിൽ പുയ്ത്ത വെള്ള അതുമല്ല ആയ ഉണ്ടാവുക. എല്ലാ ഇത് നമ്മളെ വീട്ടിൽ കണ്ട ഇതില്ലേ ആ റോഡല്ലേ ഇതേ, ഇതിൻ്റെ അപ്പുറം തന്നെയാ. ആപ്പൻ്റെ അടുത്തേക്ക് നമ്മളെ റോക്കി ചേട്ടൻ്റെ അടുത്ത് ഈ റോഡായത്. ആ റോഡിൻ്റെ അങ്ങോട്ടേക്ക് പെണ്ണ് പറയുന്നൊക്കെ അവിടെ ഒരു കുളം ഉണ്ടെന്നല്ലോ. വലിയ ആയൊന്നുമില്ല, ചണ്ടി അത്. ഇപ്പൊ വെള്ളത്തിന് അങ്ങനെ പ്രശ്നമില്ലാന്ന് ഞാൻ പറഞ്ഞ. കുറച്ചല്ലേ വെള്ളമുള്ളൂ. മതി വാ, ഇതെന്തിനു വെറുതെ വെയിൽ കൊള്ളുന്നേ. പോവാ നമ്മള്. എവിടെ ബിരിയാണി ഉണ്ണിയെന്ന് ഓർമ്മ ഉണ്ടാ? പൊങ്ങ് കിട്ടി, പൊങ്ങ് പൊങ്ങ് കിട്ടി. കാണിക്ക്. എനിക്കിഷ്ടല്ല പൊങ്ങ്. കല്ലൂന്ന് കൊടുക്കല്ലേ. ആ തിന്നും, പക്ഷെ എനിക്കിഷ്ടല്ല. നാട്ടിൽ പോകുമ്പോൾ അവൾ എന്നെ